അപ്പോൾ ഈ വർക്ക് നമ്മളിപ്പോൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈറ്റിലോട്ട് വരും. ഈ സൈറ്റിൽ നമുക്ക് ഇതിൻ്റെ 3D സ്കൾപ്ചർ, ഇതൊരു 3D സ്കൾപ്ചർ ആയതുകൊണ്ട് 3D സ്കൾപ്ചറായിട്ട് കാണാം, നമുക്ക് സൂം ചെയ്ത് നോക്കാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഓഗ്മെൻറ്റഡ് റിയാലിറ്റി സ്കൾപ്ചറും കൂടെ. അതായത് ഇപ്പം ഈ സ്കൾപ്ചറിനെ എനിക്ക് ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയിൽ ഇവിടെ വെക്കണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ച് ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കൾപ്ചർ ഇവിടെ AR വെക്കാവുന്നതാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വലിയ സ്കൾപ്ചർ ഇരിക്കുന്നതായിട്ട് തോന്നും. അപ്പം ഇത് കണ്ടോ, അപ്പം ഈ സ്കൾപ്ചർ ഇവിടെ വെച്ചേക്കുന്ന പോലെ തോന്നും. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇനിയും ഫ്യൂച്ചറിൽ നമുക്ക് സ്കൾപ്ചേഴ്സും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പല കാര്യങ്ങളും AR കണ്ണാടി നമ്മൾ ഉപയോഗിക്കും. AR കണ്ണാടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനത്തെ ഡിജിറ്റൽ സാധനങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. ക്യാൻവാസിൽ ബ്രഷും പെയിൻറ്റും ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ടെക്നോളജിയുടെ മാറ്റങ്ങളിൽ സഞ്ചരിച്ച് ന്യൂ മീഡിയ ആർട്ടിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കലാകാരൻ ഫെബിൻ റഷീദ്. AI പോലുള്ള ടെക്നോളജി ഉപയോഗിച്ച് ചിത്രങ്ങൾ തീർക്കുകയും പ്രധാനമന്ത്രി പോലും അഭിനന്ദനം അറിയിക്കുകയും ചെയ്ത ഒരു മലയാളി. ഞാനിവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് 10 വർക്കുകളാണ്. 10 വർക്കുകൾ ഇത് ഓരോന്നും ഓരോ ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം ഇതിൽ ചിലതെന്ന് പറയുന്നത് കോഡ് എഴുതി മാത്രം ഉണ്ടാക്കിയതാണ്, ചിലതെന്ന് പറയുന്നത് AIയും കോഡും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്, ചിലത് വെർച്വൽ റിയാലിറ്റി, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. അതുകൂടാതെ 3D സ്കൾപ്ചേഴ്സ് ഉണ്ട്, AI വീഡിയോസ് ഉണ്ട്. ന്യൂ മീഡിയ ആർട്ടിന് വലിയൊരു ഡെഫിനിഷനാണ്, പലരും പല രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടെക്നോളജിയും ആർട്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പുതിയതായിട്ട് ഓരോ ക്രിയേഷൻസ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ന്യൂ മീഡിയ ആർട്ട് എന്ന് പറയുന്നത്. ഈ വർക്കാണ് അവിടെ എക്സിബിറ്റ് ചെയ്തത്. ഫ്രഞ്ച് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സും നമ്മുടെ ഇന്ത്യൻ എംബസിയും കൂടെ ഇൻവൈറ്റ് ചെയ്തതായിരുന്നു AI ആക്ഷൻ സമ്മിറ്റ്, പാരീസിൽ നടന്ന AI ആക്ഷൻ സമ്മിറ്റിൽ ഇത് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം അവിടെ ഗ്രാൻഡ് പലേ എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൻ്റെ സെൻട്രൽ സ്റ്റേജിൽ 4 വലിയ സ്ക്രീനിലാണ് ഇത് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ശരിക്കും ഒരു AI വീഡിയോ ആണ്, 4 വീഡിയോസാണ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഇതിൽ ശരിക്കും മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ 4 സ്റ്റേറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. ഒന്ന് വേക്കിംഗ് സ്റ്റേറ്റ്, അതായത് നമ്മുടെ ദൈനംദിന ജീവിതം, പിന്നെ സ്വപ്നം, അതായത് ഡ്രീം സ്റ്റേറ്റ്, പിന്നെ ഡീപ്പ് സ്ലീപ്പ് എന്നുള്ള സ്റ്റേറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റിനെ കാണിക്കുന്ന ഡിഫറെൻറ്റ് വീഡിയോസാണ്. അതിൻ്റെ ഡ്രീംസ് തന്നെ ശരിക്കുമുള്ള എൻ്റെ ഡ്രീംസിൽ നിന്ന് ജനറേറ്റ് ചെയ്ത ഇമേജസുമാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെ ഡ്രീംസും മെൻറ്റൽ വിഷ്വലൈസേഷൻ, ഉള്ളിലുള്ള ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു വർക്കാണിത്. പിന്നെ ഇതവിടെ എക്സിബിറ്റ് ചെയ്തപ്പോൾ അവിടെ വേൾഡിലെ പല ഗവൺമെൻറ് ലീഡേഴ്സും വന്നായിരുന്നു. എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് കണ്ടിട്ട് അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. അങ്ങനൊരു അവസരം കിട്ടിയത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വെബ്സൈറ്റിൽ വരും. ഇതിൽ നമ്മൾ ലൊക്കേഷനുള്ള ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിലെ ലൊക്കേഷൻ വെച്ച് ഇത് വരും. ഇപ്പോൾ വരുന്നത് ഒരു കഥകളിയുടെ ഒരു ചിത്രമാണ്, പക്ഷേ നമ്മളിപ്പോൾ മുല്ലക്കിലോ വേറെ വല്ലയിടത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ഈ വർക്ക് മാറി വരും. അപ്പോൾ അതാണ് ഈ ആർട്ട് വർക്ക്. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ, ഇതിപ്പോൾ നമ്മൾ യൂറോപ്പ് നോക്കിയാലും അമേരിക്ക നോക്കിയാലും പലയിടത്തായിട്ട് ടെക്നോളജി വെച്ചുകൊണ്ടുള്ള ആർട്ട് ഭയങ്കരമായിട്ട് ഉയർന്നു വരികയാണ്. നമുക്കറിയാം AI ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ എത്തിക്കഴിഞ്ഞു, പല രീതിയിലായിട്ട് എത്തിക്കഴിഞ്ഞു. അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ആർട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടംപോലെ പേര് കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പം കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, നമുക്ക് ഈ ടെക്നോളജിയിലേക്കൊന്ന് ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ ഇപ്പം നമ്മളിപ്പോൾ പെയിൻറ്റ് ബ്രഷ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആർട്ടാണെങ്കിൽ ആ ആർട്ടിനെ എങ്ങനെ നമുക്ക് ഇതിലോട്ട് കൊണ്ടുവരാൻ പറ്റും, അതായത് ഈ ടെക്നോളജി വെച്ച് അതിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും, അങ്ങനത്തെ കുറേ സ്റ്റഡി നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുറേ എക്സ്പ്ലോറേഷൻസും ഇതുമെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ ഐഡിയ എന്ന് പറയുന്നത് കുറേ കൂടെ ആൾക്കാർ ഇതിനെപ്പറ്റി അവെയർ ആവുമ്പോൾ ഈ ന്യൂ മീഡിയ എന്ന് പറയുന്നത്, അതായത് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയും, ന്യൂ മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറയും, ക്രിയേറ്റീവ് ടെക്നോളജിസ്റ്റ് എന്ന് പറയും, ആർട്ട് ടെക് എന്ന് പറയും, ഇങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഉയർന്നു വരും. ഇത് പാഷനാണ്, ഇത് പ്യുവർ പാഷനാണ്. ഞാൻ പ്രൊഫഷനായിട്ട് ഡിസൈനറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു, എൻജിനീയറായിട്ട് വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പം ഞാനിത് പ്യുവർ പാഷൻ പ്രോജക്ട്സ് ആയിട്ടായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു 5-6 ഒരു 5-6 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാനിപ്പം എക്സിബിറ്റ് ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ എക്സിബിഷൻ ഫ്ലോറൻസ് ഇറ്റലിയിൽ വെച്ചായിരുന്നു, ഫ്ലോറൻസ് ബിയന്നാലയിൽ വെച്ചായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ പലയിടത്ത് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആർട്സ് ഇലക്ട്രോണിക്ക വിയന്നയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, സ്കോപ്പ് ആർട്ട് ഷോ മയാമി അമേരിക്കയിൽ US എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്, സിംഗപ്പൂർ ആർട്ട് വീക്കിലുണ്ട്, ദുബായിലെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒരിക്കലും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടത്തില്ല. വരുന്ന ടൂൾസും വരുന്ന എന്നാ പറയുന്ന മെത്തേഡ്സും ടെക്നോളജിയും എല്ലാം മാറിക്കൊണ്ടിരിക്കുക. അത് കാലങ്ങളാലേ മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള ആ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന അത് ചെയ്യാനുള്ള ഒരു ഇന്നോവേറ്റീവായിട്ട് അവർ ചിന്തിക്കാനുള്ള കഴിവും അത് ചെയ്യാനുള്ള കഴിവും അതൊരിക്കലും ആരുടെയും നഷ്ടപ്പെടത്തില്ല. അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരാവുന്ന ഒരു സ്കിൽ പോലെ എന്ന് വേണേൽ പറയാം. അപ്പോൾ അതുള്ളിടത്തോളം കാലം നമുക്കിതെല്ലാം ഒരു ടൂൾസായിട്ട് കൺസിഡർ ചെയ്താൽ മതി ഇൻ എ വേ. അപ്പോൾ അത് വെച്ച് നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ മേടിക്കത്തില്ലേ, ഒരു വലിയ കളക്ടർ വന്ന് നമ്മുടെ പെയിൻറ്റിങ് കണ്ടിട്ട് മേടിക്കുന്നത് പണ്ടെന്നല്ല ഇപ്പോഴും നടക്കുന്നൊരു കാര്യമാണല്ലോ. പക്ഷേ ഡിജിറ്റൽ ആർട്ട് എങ്ങനെ കളക്ട് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു 5-6 വർഷം മുമ്പ് ആൾക്കാർ ചോദിച്ചപ്പോഴാണ് ബ്ലോക്ക് ചെയിൻ വെച്ചുകൊണ്ട് ഉള്ള ഒരു ടെക്നോളജി ഉണ്ട്, NFTs എന്നും പറഞ്ഞു. അപ്പോൾ ഈ NFTs വെച്ച് നമുക്കിത് കളക്ട് ചെയ്യാം എന്ന് മനസ്സിലായിട്ട് അതിൻ്റെ ഒരു വലിയ മാർക്കറ്റ് തന്നെ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആർട്ട്, ഡിജിറ്റൽ ആർട്ട് നമുക്കിതുപോലെ ഇല്ല ന്യൂ മീഡിയ ആർട്ട് നമുക്കിതുപോലെ NFTs ആയിട്ട് കളക്ട് ചെയ്ത് വിൽക്കാനും പറ്റും. അത് കൂടാതെ തന്നെ നമുക്കിതിലിപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ആർട്ട് ഉണ്ടാക്കുന്നത് കൂടാതെ ഐ ഡു കൺസൾട്ടൻസീസ്. ഞാൻ കൺസൾട്ടൻസീസ് ചെയ്യും, ആർട്ട് കൺസൾട്ടൻസീസ് ചെയ്യും ഡിജിറ്റൽ ആർട്ടിലും ഈ ന്യൂ മീഡിയ ടെക്കിലും. ഞാനിപ്പോൾ വർക്ക്ഷോപ്സ് ചെയ്യും, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. ഞാൻ IIT ജോധ്പൂരിലും IIT ഹൈദരാബാദിലും MIT പൂനെയിലും ഒക്കെ ഗസ്റ്റ് ലെക്ചറിനും കൂടെ. എൻ്റെ വൈഫുണ്ട്, വൈഫിൻ്റെ പേര് ആഷ്ന സാഹിർ. വൈഫ് അവിടെ ദുബായിലൊരു പ്രോഡക്റ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ എൻ്റെ വീട്ടിൽ അച്ഛൻ അമ്മയുണ്ട്. പിന്നെ എനിക്കൊരു ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടൻ US ബോയിങ്ങിൽ വർക്ക് ചെയ്യുന്നു, സീനിയർ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഫാബിൻ പറഞ്ഞു തന്നു, അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള AI വെച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ. അതിപ്പം ഈ AI എന്നൊക്കെ പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ പിള്ളേരുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഒത്തിരി ആൾക്കാർ ഇതൊന്ന് കാണണം, വളരെ നല്ലതാണ്. ഇവിടെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്ത് അതിൻ്റെ ഇതുണ്ടോ അതിൻ്റെ വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് അങ്ങനെ സാധാരണ നമ്മൾ കാണുന്ന ഒരു കാര്യമല്ല. അടിപൊളിയാണ്. ഈവൻ ലൈക്ക് ഈ ലൊക്കേഷൻ ബേസ്ഡ് 3D സ്കൾപ്ചർ അതൊരു വലിയൊരു യൂണീക്കായുള്ള കൺസെപ്റ്റാണ്. ലൈക്ക് ഐ മീൻ ലൊക്കേഷൻ അനുസരിച്ച് ഐ മീൻ യു നീഡ് ടു കമ്പൈൻ ബോത്ത് കോഡിങ് ആസ് വെൽ ആസ് ആർട്ട് ഹിയർ. It's a great concept. അടിപൊളി. I mean it's really good, and especially this particular one. Oh, it's Thank you so much.